62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനായി കൊല്ലം വേദിയാകുമ്പോൾ ഇന്നിതാ നമ്മളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് തൊഴിലുറപ്പിലെ അമ്മമാരാണ്. ഹരിതകർമ്മസേനയുമായി തൊഴിലുറപ്പ് ചേച്ചിമാർ പങ്കെടുക്കുന്ന കൂട്ടായ്മയുടെ വലിയൊരു ശക്തിത്വമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഹരിതകർമ്മസേനയുടെയും തൊഴിലുറപ്പിന്റെയും ക്രമീകരണങ്ങൾ എങ്ങനെയാണ് രുചിയിടത്തിലേക്ക്, അതും ഈ സംസ്ഥാന കലോത്സവത്തിലേക്ക് നേതൃത്വം വഹിക്കുന്നതെന്ന് നമുക്ക് പ്രിയപ്പെട്ട അമ്മമാരോട് തന്നെ ചോദിച്ചറിയാം. എൻ്റെ പേര് സുലേഖ. ഞങ്ങൾ കടവൂർ ഡിവിഷനിൽ നിന്ന് വരുന്നു. പിന്നെ ഒറ്റക്കല്ല് വാർഡ്. നമ്മുടെ മേറ്റർ പേര് രാധാമണി എന്നാണ്. നമ്മൾ ശുചിത്വ കേരളം എന്നുള്ള രീതിയിൽ നമ്മളിവിടെ വന്നതാണ്. അതിൻ്റെ പ്ലാസ്റ്റിക് കവർ കുപ്പികളെല്ലാം നമ്മൾ വേസ്റ്റുകൾ പറക്കിയിടുന്നതാണ് നമ്മുടെ ജോലി. കലോത്സവത്തെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട ഒന്നാണ് ശുചിത്വത്തെക്കുറിച്ച്. അത്തരത്തിൽ കേരളത്തിന്റെ ശുചിത്വത്തിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്ന ഒരു കൂട്ടം തന്നെയാണ് ഹരിതകർമ്മസേന എന്നത്. പല വീടുകളുടെ ചുറ്റുവട്ടങ്ങളിലും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പറക്കാൻ മാത്രമല്ല, കുട്ടികളുടെ സംസ്ഥാന കലോത്സവത്തിന്റെ വേദിയുടെ ശുചിത്വം ഞങ്ങളുടെ കയ്യിലാണ് എന്നവർ ഉറക്കെ പറയുന്നു. ആ ശുചിത്വത്തിന്റെ ക്രമീകരണങ്ങളെ കുറിച്ച് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. ഞങ്ങൾക്ക് പ്ലാസ്റ്റിക് മൊത്തം നിർമ്മാർജ്ജനം ചെയ്യാന്നുള്ള ലക്ഷ്യത്തോടെ ഞങ്ങൾ വന്നേക്കുന്നത്. പ്ലാസ്റ്റിക് മാലിന്യം മൊത്തം ഇല്ലാതാക്കാനുള്ള ഇതിലാണ് വന്നേക്കുന്നത്. പ്ലാസ്റ്റിക് ഐറ്റംസ് ഉപയോഗിക്കാതിരിക്കാനാണ് ഞങ്ങൾ തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ കുട്ടികളുടെ ഭക്ഷണ മാലിന്യങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോൾ പ്ലാസ്റ്റിക് കുപ്പികളിലാണോ അവർ വെള്ളം എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ ഇവർ ഭക്ഷണം കഴിച്ചതിന് ശേഷം പാത്രവുമായി എത്തിയിട്ട് എങ്ങനെയാണ് ഭക്ഷണ മാലിന്യങ്ങളെ തിരിച്ചുകൊണ്ട് പാത്രത്തിന്റെ ശുചീകരണത്തെക്കുറിച്ച് എന്ത് പറയാം? നമുക്ക് പാത്രത്തിലല്ല ഭക്ഷണം കൊടുക്കുന്നത്, ഇലയിട്ട് അവർക്ക് നല്ല രീതിയിലാണെന്ന് ഭക്ഷണവും കാര്യവും എല്ലാം ഇപ്പം വരെയും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 15 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കൊയിലോണിന്റെ മണ്ണിലേക്ക്, കൊല്ലത്തിന്റെ മണ്ണിലേക്ക് സംസ്ഥാന സ്കൂൾ കലോത്സവം അരങ്ങേറുകയാണ്. വേദി കുട്ടികൾക്കായി ഒരുങ്ങുമ്പോൾ വിവിധ ജില്ലകളിൽ നിന്നെത്തിയ കുട്ടികൾക്കും അധ്യാപകർക്കും വേണ്ടിയിട്ട് ഭക്ഷണപ്പുരയും ഒരുങ്ങിക്കഴിഞ്ഞു. വളരെ കൃത്യമായി ക്രമീകരിച്ചിട്ടുള്ള ഭക്ഷണപ്പുരയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അത്തരത്തിൽ ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ശുചിത്വം ഏറ്റെടുത്തിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട നമ്മളുടെ ഹരിതകർമ്മസേനയും തൊഴിലുറപ്പിലെ അമ്മമാരുമാണ് നമുക്കിപ്പം ഉള്ളത്. ഇവർക്കൊപ്പം കാണാം നമ്മളുടെ രുചിക്കൂട്ടിന്റെ പുതിയ മായാവിദ്യ.